Okay, ready. And the students എല്ലാരും വലിയവരും വന്നോ? Ready. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓണം ആഘോഷിക്കുന്ന അനുഭവങ്ങൾ ഷൂട്ടിങ്ങിനും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും സന്തോഷം തോന്നിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് എവരി വൺ. ഇതിപ്പോൾ ഇതിൻ്റെ തുടക്കമാണ്. കാരണം എന്നാൽ പോലും എല്ലാവരെയും എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പം മനസ്സിലായി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഓണം സെലിബ്രേഷൻ, മാതങ്കി ഡേ സെലിബ്രേഷൻ ഒരു വലിയ ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. അപ്പം നമുക്കിത് ഒഫീഷ്യലായിട്ട് എന്താ പറയുക, വിളക്ക് കൊളുത്തി ഈ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അച്ഛൻ, അമ്മ, പിന്നെ നമ്മുടെ മാതങ്കിയിലെ ടീച്ചേഴ്സ്, പ്ലീസ് കം. റെഡി? എല്ലാവരും പ്രാർത്ഥിച്ചോ? ഇനി ഒരുപാട് ഓണങ്ങൾ നമ്മുടെ മാതങ്കിയിൽ. വാ കുട്ടാ, ഏറ്റവും കൊരവിടാം. അറിയത്തില്ലേ? ഞാൻ മാത്രമേ എഴുതുള്ളൂ. സന്ധ്യ ഇവിടെ കൊരുവിടറോ? അമ്മ പിടിക്ക് ഫോണിങ്ങതാ. സോറി കേട്ടോ, ആരുടെയും കാല് പൊട്ടിയ. നേരത്തെ ഞാൻ മാത്രം. എൻ്റെ ടീച്ചേഴ്സ് വരൂ. മതി. തല വീഴോടാ, അത് തല വീഴോടാ. പ്ലേ സ്കൂളിൽ വന്ന പോലെ ഉണ്ടല്ലേ പിള്ളേരെല്ലാം. മഞ്ജുളവാഗ്വിലാസ മഹേന്ദ്രനീല ദ്യുതി കോമലാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി മാതംഗ കന്യാ മനസാ സ്മരാമി മാതംഗ കന്യാ മനസാ സ്മരാമി. മാതങ്കിയിൽ ഇന്നോണം 2024 2024 കിടിലൻ ഓണാഘോഷ പരിപാടികളാണ് മാതങ്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നവ്യ നായരും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയാണ് അരങ്ങേറാൻ പോകുന്നത്.
കാട്ടിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ ഇവിടെ ഈ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം 5 കൊല്ലമാവുന്നു. അതിനുശേഷം ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് 3ാമത്തെ ഓണമാണ്. ആദ്യത്തെ ഓണം ഞങ്ങൾ നേപ്പാളിൽ പോയി അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയില്ല, വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. 2ാമത്തെ ഓണത്തിന് ഞങ്ങൾക്ക് ഫാമിലിയിൽ എല്ലാവർക്കും ഡെങ്കി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതെൻ്റെ 3ാമത്തെ വർഷം ഈ വീട്ടിലുള്ള ഓണമാണ്. അത് ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഫാമിലിയോടൊപ്പം എൻ്റെ എല്ലാ കുട്ടികളുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടി ചേർത്ത് ഗംഭീരമാക്കി തന്നു. ഒരു പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഓണം സെലിബ്രേഷൻ ഇതായിരുന്നു കേട്ടോ, ഏറ്റവും നല്ല ഓണം. ആൻഡ് ഞാൻ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ മലേഷ്യയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് രാജേഷായിരുന്നു. ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ മുഴുവൻ ചെയ്തത് ആര്യ ആൻഡ് ലക്ഷ്മി ആയിരുന്നു. എൻ്റെ PR ടീമാണ് അവർ. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയ മാത്രമല്ല, അവർ ഇന്നത്തെ പരിപാടി മുഴുവൻ എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് 2 പേരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ലക്ഷ്മിയുടെ സംസാരമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇവിടെ കളർഫുള്ളാക്കി ലക്ഷ്മി.
പിന്നെ രാജേഷ് മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ അനൗൺസ്മെന്റ് നടത്തുന്ന പോലെ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ ഈശ്വര ഞാൻ ഇവിടെ ടൂർണമെന്റ് കാണാൻ പോയിരിക്കുകയാണോ അത് ഞാൻ ഒരു നിമിഷം. പക്ഷേ ഇവരിത്രയും ആവേശത്തോടു കൂടി സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഉള്ളിലൊരു ആവേശം വരുന്നത് അല്ലേ. ഞാൻ ഇതിലൊന്നും കളിക്കാനും മത്സരിക്കാനും വിചാരിച്ച് വന്നൊന്നല്ല. ഇന്നലെ ഒന്ന് വീഴുകയൊക്കെ ചെയ്തിട്ട് നല്ല കാലുവേദനയായിട്ടിരിക്കുക. പക്ഷെ ഇവിടെ വന്ന് എല്ലാവരുടെയും ആ ഒരു ആവേശം കണ്ടപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ലൈറ്റ് ചെയ്തവർ, സൗണ്ട് ചെയ്ത ഡേവിഡ്, പിന്നെ സന്ധ്യ. ഇവിടെ ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് വടംവലിക്ക് പ്രൈസ് കിട്ടിയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പൊക്കി പറയുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ കുശുമ്പ് എനിക്കുണ്ട്. പക്ഷേ സന്ധ്യയുടെ മക്കൾ അനു, പാറു ഇവരെല്ലാവരും ചേർന്നാണ്. പിന്നെ എൻ്റെ ശ്രുതിയും അശ്വതിയും എൻ്റെ ടീച്ചേഴ്സ് ഇവർ രണ്ടുപേരും അവർ ഇന്നലെ വന്നു, ഇവിടെ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. പിന്നെ ഇന്ന് വർഷ കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ ആയിട്ട് ഇവിടുത്തെ പാട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലീറ്റ് പാട്ട് ടീച്ചറായിട്ട്, ഡാൻസ് സ്കൂളിലെ പാട്ട് ടീച്ചറായിരുന്നു ഇന്ന് വർഷ. എല്ലാ ഓഡിയോയും ഓൺ ചെയ്തതും എല്ലാം ചെയ്തത് വർഷയാണ്. പിന്നെ നമ്മുടെ വിനായകയായിരുന്നു നമ്മുടെ ഫുഡ് ചെയ്തത്. വിനായക സൂപ്പർബായിട്ടുള്ള എല്ലാ പരിപാടിക്കും വിനായകയാണ് ഇവിടെ ഫുഡ് തരുന്നത്. വിനായകയുടെ സദ്യ, പാൽപ്പായസം, എന്താ പറയുക, പാലട എല്ലാം വളരെ ഫേമസ് ആണ്. ഇന്നും അതുപോലെ ആയിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. മനോജും കുറേ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പ്രബല മാഷിൻ്റെ വക ഇന്നത്തെ വടംവലിയുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ ഉമയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉമ ഫുട്ബോൾ കളിയിൽ ഗോൾ അടിക്കുകയും ചെയ്തു, ഫുട്ബോളിൻ്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്തു എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും. പിന്നെ വീണമാഷിൻ്റെ കാര്യം പറയണം. നമ്മുടെ ഈ പാട്ട് റിലീസായി കഴിയുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഗോസ് ടു ധർമ്മൻ മാഷ്. അങ്ങനെ എല്ലാവരെയും, ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അജിത്ത് എന്നല്ലേ പറഞ്ഞത്, അജിത്ത് ആൻഡ് ഗ്രൂപ്പ്, എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഒരിക്കലും നന്ദി പറഞ്ഞാൽ ഭയങ്കര കുറവായി പോകുന്ന അച്ഛൻ, അമ്മ ആൻഡ് സായി, ഇവരെ 3 പേരെയും പറ്റിയിട്ട് ഞാൻ നന്ദി പറഞ്ഞാൽ അത് ഭയങ്കര ചെറുതായി പോകും. അതുകൊണ്ട് നന്ദി പറയുന്നില്ല, എന്നും കൂടെ നിൽക്കുന്നതിന്, ഒപ്പം നിൽക്കുന്നതിന്. അതുപോലെ നമ്മളെല്ലാം സന്തോഷിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വയനാട് ദുരന്തത്തിന് ശേഷം ഒരുപാട് പേർക്ക് അവരുടെ കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ടു. ഈ അടുത്ത് നമ്മുടെ ഒരു കുട്ടിയുടെ കണ്ടില്ലേ, 9 പേര് ആ ഫാമിലിയിൽ മരിച്ച കുട്ടിയുടെ പ്രതിശ്രുത വരൻ ആ പയ്യനും ഇല്ലാതെയായിപ്പോൾ. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിജീവിക്കണം, അതിജീവിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താണ്, ഓരോ സന്തോഷങ്ങളും നമ്മൾ നോക്കിക്കണ്ട്, നമുക്കറിയില്ല നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അല്ലേ. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ നമുക്കും വന്നേക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഉള്ള സന്തോഷങ്ങളെയും ഉള്ള നിമിഷത്തെയും ആഘോഷമാക്കി ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് ജീവിക്കുക തന്നെയാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്. അതേ ഉള്ളൂ. ബാക്കി ബാങ്കിൽ കിടക്കുന്ന സമ്പാദ്യവും അല്ലെങ്കിൽ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരും ഒന്നും നമുക്കൊരു ഉറപ്പുമില്ല. എന്ന് പോകും, എന്നിട്ടിട്ട് പോകും, എന്ന് ബാങ്ക് ബാലൻസ് ഇല്ലാതെയാവും. ഒരു ചെറിയ പനി വന്നാൽ മതി നമ്മളൊക്കെ ഇല്ലാതാവാൻ. അപ്പോൾ സന്തോഷിക്കുക, ആഘോഷിക്കുക, ആരെയും വേദനിപ്പിക്കാതെ സുഖമായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. ഹാപ്പി ഓണം.